അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സ്കൂളൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും പാർക്കാനൊക്കെ പോയോ? അപ്പം ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ എടുക്കണത് എൻ്റെ വീട്ടിൽ നിന്ന് വെസ്റ്റിൽ നിന്നാണ് കേട്ടോ. ഞങ്ങളും പാർക്കാൻ വന്നതാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നതിൻ്റെ വടകരയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിൻ്റെ ദിവസത്തെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ തെങ്ങ് മുറിക്കാനുണ്ടേനി കേട്ടോ. ആകെ ഒരു തെങ്ങും ഞങ്ങളും ഉള്ളേനി. അപ്പോൾ ആ തെങ്ങ് മുറിക്കേണ്ട ഗതികേടായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ തെങ്ങിന് ചെറിയൊരു കേടുണ്ട്. പിന്നെ 2 വീടിൻ്റെ ആയിട്ട് നടുവിലായിട്ടാണ് തെങ്ങുള്ളത്. അപ്പോൾ ഇനിയും അങ്ങനെ വെച്ചോണ്ട് നിന്നാൽ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് കാറ്റൊക്കെ അടിച്ചിട്ട് മഴക്കാലം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ചൂടാതിരി പോച്ചിലെടുക്കണം. ആ ഒരു മഴ കൊണ്ട് പെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തിട്ടാ നമ്മൾ ചെയ്യേണ്ടതില്ലേ? അത്രയ്ക്ക് ചൂടല്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ചൂടിലേക്ക് പോയി പറഞ്ഞാൽ അതിനും വലിയ ചൂടാവും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് തെങ്ങ് വെട്ടുന്ന പരിപാടിയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഈ കാറ് ഈ സൈഡിൽ കൂടി നല്ല തെങ്ങേനി കേട്ടോ. സംഗതി നമുക്ക് ഒരു തെങ്ങുള്ളെങ്കിലും നമ്മളെ കാര്യങ്ങളൊക്കെ ഈ തെങ്ങോണ്ട് നടന്ന് പോകലുണ്ട്. അപ്പോൾ കാർ ഈ ഒരു സൈഡിലാണ് നിർത്തിയത്. അപ്പോൾ കഷ്ടിച്ച് ആ തെങ്ങിൻ്റെ ആ ഒരു വേരിൻ്റെ മേലെ കൂടെ കയറി ഇറങ്ങിയിട്ടാണ് കാറിൻ്റെ വരുത്ത്. അങ്ങനെ കയറി ഇറങ്ങി തെങ്ങിന് ഒരു ചെറിയൊരു കേട് വന്നു. അപ്പോൾ കേട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചോണ്ടിരിക്കണത് റിസ്ക് അല്ലേ. അപ്പോൾ അങ്ങനെ അത് മുറിക്കാന്നുള്ള പരിപാടിയിൽ കുറേ ആയി പറയണം. അപ്പോൾ എല്ലാവരും കൂടി ഒത്തു വന്നപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടേനി കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ആയിക്കഴിഞ്ഞപ്പം അതങ്ങോട്ട് മുറിക്കണ പരിപാടിയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടേനി കേട്ടോ. എല്ലാവർക്കും ഇന്ന് ലീവുള്ള ദിവസേനെ. അപ്പം എല്ലാവരും കൂടി വന്നപ്പം കുറച്ച് ചിക്കനൊക്കെ വാങ്ങി. പിന്നെ ഇന്ന് പുട്ടും ചിക്കൻ കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കൻ കറീൻ്റെ പരിപാടി ഇതാ നല്ല വറവൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി ഇതാ സെറ്റ് അയക്കണം. പുട്ട് ഇതാ ചൂടോടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഒരു ഭക്ഷണം കഴിച്ചാൽ ഒരു 1.5 മണിക്കൂറിൻ്റെ പണിയുള്ളതിന് കേട്ടോ. വേഗം മുറിച്ച് കഴിഞ്ഞിട്ട് തെങ്ങ് നല്ല അടിപൊളി പണിക്കാരനെ കിട്ടിയതിനെ കൊണ്ട് വേഗം അവിടെ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാണ്ട് വേഗം തന്നെ മുറിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് അവിടെ ഇവിടെ വലിയ കഷ്ണങ്ങളൊക്കെ ഓരോ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി ഇട്ടിട്ട് ഇനിയിപ്പം കുറച്ച് അവിടെ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താക്കി അതിൻ്റെ ഇടയ്ക്ക് അലക്കാനുള്ളത് അവിടെ ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പേ ഇതിൻ്റെ പണി അവിടെ നിന്ന് എടുത്തോളല്ലോ. അപ്പോൾ എല്ലാ പണിയും മുറ്റത്തുള്ള പണിയും അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ആറിടേണ്ട താമസമുള്ളൂ. വേഗം ഉണങ്ങി കിട്ടല്ലോ ഇപ്പം. അപ്പോൾ അതവിടെ കിടക്കട്ടെ. സംഗതി ആ ഒരു തെങ്ങ് അവിടുന്ന് പോയപ്പോണ്ടല്ലോ എന്തോ അങ്ങോട്ട് ഒഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ കിട്ടാം. ആ ഒരു ഭാഗത്തേക്ക് നോക്കാൻ തന്നെ പറ്റണില്ല. ആ ഒരു തെങ്ങോണ്ട് തന്നെ നമുക്ക് വേണ്ട തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ടേനി കേട്ടോ. തേങ്ങ വലിക്കുന്ന സമയത്ത് വീണിട്ടായാലും തേങ്ങ പറിക്കുന്ന സമയത്തൊക്കെ ആയാലും ഇങ്ങനെ കിട്ടലുണ്ടേനി. ഇനിയിപ്പോൾ എന്തായാലും തേങ്ങേൻ്റെ കാര്യം തേങ്ങ പരിപാടി എന്ന് പറയേണ്ടത് ഇനിയിപ്പോൾ പീടികയിൽ നിന്ന് വാങ്ങുന്ന ശരണം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കെട്ടി കൊടുക്കണം. ഇത് ഞങ്ങളെ കന്നിമൂലയാണ് കേട്ടോ. അതിലാണ് ഇപ്പോൾ വണ്ടി കയറുന്നത് ഇറങ്ങണത്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരായിട്ട് ഇങ്ങനെ പറഞ്ഞിനി കന്നിമൂല അങ്ങനെ ഒഴിച്ചിടരുത്, അതൊന്ന് കെട്ടി കുടിക്കുക, അതിന് കെട്ടിയിട്ട് കുറച്ചൊന്ന് ഉയർത്തി വെക്കണം കന്നിമൂല എന്ന് അങ്ങനെ പറയലുണ്ട്. അപ്പോൾ ഞങ്ങളും അതങ്ങനെ വലിയൊരു ഇതാക്കിയിട്ട് പിന്നെ നമുക്ക് ആ ഒരു സൗകര്യമില്ല. തെങ്ങ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ കാർ അതിൻ്റെ ചോട്ടിലിട്ട് നിർത്താനും പറ്റൂല, അപ്പുറത്തെ ഭാഗത്തും നിർത്താൻ പറ്റൂല. അപ്പോൾ ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ തുറന്നിട്ടിട്ട് ഇങ്ങോട്ട് കയറ്റി ആ ഒരു സൈഡിലേക്ക് കയറ്റി വെക്കലാണ്. അപ്പോൾ അത് അങ്ങനെ ഞങ്ങളൊരു മൈൻഡിലേക്ക് കൊടുക്കാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തെങ്ങും ആ ഒരു അവസ്ഥയിലായി നിൽക്കുന്ന സമയത്ത് പിന്നെ എന്തായാലും അത് മുറിക്കാൻ നിവർത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ അത് മുറിച്ച് ഇനിയിപ്പോൾ ഒന്ന് അവിടെ ആ ഒരു ഭാഗം അതിലൊക്കെ കെട്ടി ആ ഒരു കന്നിമൂല ഒന്നും കൂടി കെട്ടി റെഡിയാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പം എന്തായാലും ഇതാ വൃത്തിയാക്കണ പരിപാടി. അപ്പോൾ പെങ്ങളും കൂടി വന്നിന് കേട്ടോ. അപ്പം ഞാൻ കുറേ തേങ്ങയൊക്കെ ഏട്ടന്മാർക്കും ഏട്ടൻ്റെ അവിടേക്കൊക്കെ കൊടുത്ത് ബാക്കിയുള്ളത് ഇതാ വിറകും കാര്യങ്ങളൊക്കെ നമുക്ക് അടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ ഏച്ചി അതൊക്കെ എടുത്ത് വെച്ച്. അപ്പം ഏച്ചി സഹായിച്ചതിനെ കൊണ്ട് വേഗം പരിപാടി കഴിഞ്ഞ് നല്ല വെയിലും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ആ ഒരു രാവിലത്തെ വെയിലിനും ഇപ്പോൾ ഭയങ്കര ഒരു ചൂടാണല്ലോ. സംഗതി വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് സഹിക്കാൻ കഴിയാത്ത ചൂടാണ് ഇപ്പോഴത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും അതിന് മുമ്പേ വേഗം പരിപാടിയൊക്കെ തീർത്ത് മിറ്റം അടിച്ചു വാരിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒതുക്കിയിട്ട് ഞാനിങ്ങോട്ട് അകത്തേക്ക് കയറിയിട്ടാ. തീരെ നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇളനീര് ജ്യൂസ് അടിക്കാമെന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ഇളനീര് തേങ്ങ വലിക്കാനുള്ള സമയമായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളനീര് അങ്ങനെ കിട്ടിയതുമില്ല. ആകെ 2-3 ഉണ്ടേനി. അപ്പോൾ അതെല്ലാവരും കൂടി മക്കളും ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് ഓരെന്നെ അങ്ങോട്ട് കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് വിളഞ്ഞ തേങ്ങ ഉണ്ടേനി. അതുകൊണ്ട് ജ്യൂസും അടിച്ച് ഫ്രിഡ്ജിൽ അവിടെ കയറ്റി. ജ്യൂസ് അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചൊരു വിളഞ്ഞ തേങ്ങയാണ് കേട്ടോ. സംഗതി ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ മക്കൾക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാനും പെങ്ങളും തന്നെ അത് കുടിച്ച് തീർത്തിട്ടാ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തേങ്ങയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് വിഷുവിന് ഞങ്ങൾക്ക് വിഷു ഇല്ലേനി കേട്ടോ. ഈ പ്രാവശ്യം അമ്മ മരിച്ചിട്ട് ഒരു കൊല്ലമായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വിഷു ഇല്ലേനി. അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്മക്ക് കുറച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മക്കൾക്കും എന്തൊക്കെ പറഞ്ഞാലും വിഷു ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഓർക്കൊരു ആ ഒരു സമയമാകുമ്പോൾ ഉണ്ടാവില്ല നമ്മൾ പായസമൊക്കെ വെച്ച് അങ്ങനെ ആഘോഷിക്കണമെന്നില്ല. അപ്പം വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച് മക്കൾക്ക് എല്ലാവർക്കും പായസം വെച്ച് അമ്മക്ക് ആത്തും വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറുപയർ പരിപ്പ് വാങ്ങിയതാണ് കേട്ടോ.
തിരച്ചതൊന്നല്ല, വാങ്ങിയതാണ്. അപ്പോൾ അമ്മ ഉള്ള സമയത്തൊക്കെ ചെറുപയർ വാങ്ങിക്കൊണ്ടുവന്ന് അത് ഞങ്ങൾ തറവാട്ടിൽ നിൽക്കുന്ന സമയത്ത് അതൊക്കെ ശരിക്കും നല്ലൊരു നൊസ്റ്റുമാണ് ആലോചിക്കുന്ന സമയത്ത്. ചെറുപയർ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ വെച്ചാലേ ഒരു ടേസ്റ്റ് എല്ലാവർക്കും കിട്ടലുള്ളൂ. അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അത് അമ്മ ചൂടാക്കി തിരക്കാൻ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അമ്മിക്കല്ലുകൊണ്ട് ഇങ്ങനെ തിരച്ച് അത് വറുത്ത് അങ്ങനെയാണ് പണ്ട് പായസം ഉണ്ടാക്കിയത് ഞങ്ങൾ തറവാട്ടിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർമ്മിക്കാനിട്ട് അമ്മ പോയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു അമ്മക്ക് എന്തായാലും പായസം ഇനിയിപ്പോൾ നമ്മൾ പാർക്കാനും പോവുകയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ അതിന് മുമ്പേ മനസ്സിലിങ്ങനെ ഒരു ഇത്, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ നോക്കിക്കണ്ട വേഗം പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടനോട് കുറച്ച് ചെറുപയർ പരിപ്പ് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങനെ പരിപ്പ് വാങ്ങിക്കൊണ്ടത്. പിന്നെ ശർക്കര ഇവിടെ ഉണ്ടേനി, അപ്പോൾ അതൊക്കെ വെച്ച് ഞാനൊരു പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പായസം ഈ ചെറുപയർ പരിപ്പ് ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ വറുത്തതൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ളൊരു പീടികയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇതുപോലെ നമ്മൾ തരച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല വറവ് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് പായസം ആ ഒരു വറവിലാണ്, ആ ഒരു പരിപ്പിൻ്റെ വറവിലാണ് പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നല്ല വറവിലുള്ള ആ ഒരു പരിപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ പായസം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ പായസത്തിലേക്കുള്ള കുറച്ച് തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ച് 1-ാം പാലും 2-ാം പാലും എടുത്തിട്ട് 2-ാം പാലിലാണ് ഈ ഒരു ഇത് വേവിക്കണത്. പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിക്കണം, ഒരു 2 വിസിലിട്ടോ. 2 വിസിലുകൊണ്ട് എൻ്റെ പരിപ്പ് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ പരിപ്പൊക്കെ കഴുകി ആ 2-ാം പാലിൽ വേവിക്കാൻ കുക്കറിൽ വെച്ചിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 1-ാം പാൽ എടുത്ത് സെറ്റാക്കി വെച്ച് പിന്നെ അതിൻ്റെ കൂടെ വറുത്തിടാനുള്ള നെയ്യ്, പിന്നെ അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത് അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഏലക്കായൊക്കെ ഒന്ന് പൊടിച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് പൊടിച്ചും വെച്ചിക്കണം. അപ്പുറത്ത് നമ്മൾ ശർക്കരപ്പാനിക്ക് ഉരുക്കി, എന്തായാലും ശർക്കരയിൽ എന്തായാലും നമുക്ക് പൊടിയും കല്ലും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഉരുക്കി തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഇതാ ശർക്കരയൊക്കെ കലിയിച്ച് നല്ല അടിപൊളി സെറ്റാക്കി വെച്ച് ഉരുളി അങ്ങോട്ട് കയറ്റിക്കണം. അപ്പോൾ പരിപ്പൊക്കെ വെന്ത് റെഡി ആയിട്ട് അപ്പോൾ ഉരുളിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതിലേക്ക് ഇതാ നമ്മൾ നെയ്യ് എല്ലാവർക്കും അറിയാം പായസം വെക്കാനൊക്കെ. എന്നാലും ചില ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒന്ന് പറയുമ്പം ഇങ്ങനെ വെക്കലേ എന്നുള്ളത് തോന്നില്ല. അപ്പോൾ ഇൻ്റെതൊക്കെ ഈ ഈസി കൊസി മെത്തേഡാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉരുളി ചൂടായി വന്ന സമയത്ത് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും പിന്നെ തേങ്ങാക്കൊത്തും രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ എടുത്ത് വെച്ച മുന്തിരി കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും ആവണതിന് മുമ്പ് തന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കായൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു നെയ്യിൽ ലാസ്റ്റിലേക്കാണ് നമ്മൾ അധികം ആൾക്കാർ പായസം വെക്കുമ്പോൾ ഇത് ചേർക്കല്ലേ. പക്ഷേ ആ ഒരു നെയ്യിലേക്ക് ഇതുപോലെ നിങ്ങൾ ചേർത്തുണ്ടാക്കി നോക്കുക, നല്ലൊരു ഫ്ലേവറും പായസത്തിന് നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു നെയ്യിലേക്ക് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിത് അരിച്ചെടുത്തിട്ട് ആ ഒരു ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതും കൂടി ആ ഒരു ഉരുളി കിടന്ന് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, കുക്കറിൽ വേവിച്ച 2-ാം പാലിൽ വേവിച്ച് വെച്ച പരിപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഇതുപോലെ 2-ാം പാലിലാണല്ലോ നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ 2-ാം പാലിൽ വേവിക്കുമ്പോൾ കുറച്ചൊന്ന് പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും, ആ ഒരു പാല് പിരിഞ്ഞു പോയ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ വിചാരിക്കും പണി പാളിപ്പോയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പ്രശ്നമൊന്നുമില്ല, നമ്മൾ അത് ഒന്നും കൂടി ആ ഒരു 1-ാം പാലൊക്കെ ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പിരിഞ്ഞത് ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പിരിയാണ്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വിസിലിടാണ്ട് നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ എന്താക്കണം, ആ ഒരു പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മളതെല്ലാം ഈസി കോസി പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇതിൽ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റിനൊരു കുറവുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ, നല്ല സൂപ്പർ പായസം, ചെറുപയർ പരിപ്പിൻ്റെ പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താക്കുക, ആ ഒരു പരിപ്പൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു ശർക്കരപ്പാനിക്കായിട്ട് യോജിച്ച് ഇത് അതിൽ കിടന്ന ആ ഒരു ശർക്കരപ്പാനി കിടന്ന ആ ഒരു പരിപ്പ് തിളച്ചിട്ട് ആ ഒരു പരിപ്പിലേക്ക് ആ ഒരു ശർക്കരേൻ്റെ ആ മധുരമൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കുറച്ചൊരു വെള്ളം പോലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് റെഡിയാക്കണത്. അപ്പം മധുരമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഏകദേശം നമുക്ക് അറിയാമല്ലോ എത്രയാണ് ശർക്കര വേണമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയ്ക്ക് ഉരുക്കി ഇതുപോലെ നല്ലോണം വേവിച്ചെടുക്കാം. അതിൽ കിടന്ന് നല്ലോണം വെന്ത് കുറുകി ആ ഒരു ശർക്കര പാനിയും ആ ഒരു പരിപ്പും കൂടി യോജിക്കുന്ന ആ ഒരു സമയം ആവുമ്പോൾ നമുക്ക് അതിലേക്ക് എന്താക്കാം, 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് തീ കത്തിക്കാൻ പാടില്ല. 1-ാം പാൽ ചേർക്കുന്ന ആ ഒരു സമയത്ത് തന്നെ തീ അങ്ങോട്ട് ഓഫാക്കാം. 1-ാം പാലും ചേർത്ത് തീ കത്തിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ പായസം വേഗം പിരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ പിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് 1-ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പർ പായസം സെറ്റായി. ഇനിയിപ്പോൾ പോയിട്ട് ആത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടത്തിയമ്മേനോട് പറഞ്ഞിട്ട്, അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോയി അവിടെ ആത്തൊക്കെ വെച്ചെടുത്ത് അമ്മക്ക് ആത്ത് വെച്ചെടുത്ത്. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് പായസം നമുക്ക് റംസാനൊക്കെ ആവുന്ന സമയത്ത് പെരുന്നാളിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ബിരിയാണി തരലുണ്ട് കേട്ടോ നമ്മൾ അയൽവാസികൾ. അപ്പം ഓർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പായസമൊക്കെ എടുത്ത് ഓർക്കൊക്കെ കൊണ്ടേ കൊടുത്ത്, അപ്പോൾ അങ്ങനെ മക്കൾക്കൊക്കെ കൊടുത്ത് പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്താണ് ആ ഒരു പായസം കുടിച്ച് കഴിഞ്ഞാൽ അറിയില്ല, പായസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മത്ത് പിടിച്ച അവസ്ഥയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ അത് കുടിച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അപ്പം അങ്ങനെ ഒരു കുടിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ക്ഷീണത്തിലേക്ക് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ എനിക്ക് ഈ നെയ്യപ്പം പായസം ഈ ശർക്കര കൊണ്ടുള്ള പരിപാടിയൊക്കെ, പ്രത്യേകിച്ച് ഈ ശർക്കര വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് കേട്ടോ, ഒരു തലക്ക് പിടിച്ച പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകണം, മടിയിലേക്ക് ഒരു ഭാഗത്ത് ഇരുന്ന് പോകണ സമയമായി എന്ന് തോന്നിയപ്പോൾ ഞാൻ എന്താക്കിയല്ല, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമുക്ക് ചൂലുണ്ടാക്കുന്ന പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പെങ്ങളും കൂടി ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചൂലിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. നല്ല പച്ച ഓല ഇട്ടിനിയല്ല, അപ്പോൾ അത് വെച്ചിട്ട് ഈർക്കൽ ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈർക്കളൊക്കെ റെഡിയാക്കി അങ്ങനെ ചൂലുണ്ടാക്കി കൊണ്ട് നിന്നപ്പോഴാണ് നമ്മളെ മഴ അങ്ങോട്ട് പെയ്തത്. മഴേൻ്റെ കാര്യം നമ്മൾ രാവിലെ കൂടെ പറഞ്ഞിട്ടുള്ളൂ. മഴ പെയ്തെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ചാരി ഇങ്ങനെ വരികയുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ എന്തായാലും എണീറ്റ് പോയില്ല, അവിടെ തന്നെ ഇരുന്ന് ആ ഒരു ചാറിൽ കൊണ്ടിട്ട് ആ മഴ മേലേക്ക് വീകുമ്പോൾ ചെറിയൊരു ചാറിൽ മേലേക്ക് വീകുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ. അങ്ങനെ പിന്നെ ആ മഴയും കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ചൂലുണ്ടാക്കിയിട്ട് പെട്ടെന്ന് മഴ കുറച്ചൊന്ന് ശക്തി, അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പെയ്തിട്ടില്ല, എന്നാലും കുറേ കാലം കഴിഞ്ഞ് കാണുന്ന മഴയല്ലേ. മക്കളാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേനി, അവർക്കത് സ്വർഗം കിട്ടിയ പോലെ. ഓരോട് ആരോ പറഞ്ഞല്ലോ ആദ്യത്തെ മഴ കൊണ്ടു കഴിഞ്ഞാൽ ചൂടുകുരൊക്കെ പോകുന്നു. പണ്ടുള്ളവർ പറയല്ലോ ആദ്യത്തെ മഴ കൊണ്ടുപോയി പിന്നെ പുതുമഴ കൊള്ളരുതെന്നും പറയും, വേഗം ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെ വരുന്നു പറഞ്ഞു. അപ്പം ഞാനതിങ്ങനെ പറയാമെന്നല്ലാണ്ട് ഒരു തീരെ കേൾക്കണില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നനഞ്ഞൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് മക്കളൊക്കെ നല്ല ഉഷാറിൽ മഴ കൊള്ളുകയാണ്. അപ്പം ഞാനത് കണ്ടുകൊണ്ട് നിന്നിട്ട് എനിക്കൊരു സമാധാനമല്ലേ, എനിക്കും മഴ കൊള്ളണം എന്നുണ്ട്. അപ്പം ഞാൻ എന്താക്കി, എന്തായാലും ഇപ്പം നമുക്ക് മിറ്റം അടിച്ച് വരണമല്ലോ, അപ്പം മഴ എന്തായാലും ഇപ്പം ഞാൻ മിറ്റമൊക്കെ നനച്ചിട്ടേ അടിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സമയത്ത്, ഭയങ്കര പൊടി. അപ്പം എന്തായാലും മഴ പെയ്യല്ലേ എന്ന് വിചാരിച്ച് ഞാനും ഒരു ചൂലെടുത്ത് ഇറങ്ങി. അങ്ങനെ ചുളിവിൽ മഴയും കൊണ്ട് അടിച്ചു വരലും കഴിഞ്ഞ് മിറ്റവും അങ്ങോട്ട് വൃത്തിയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണം. അപ്പോൾ ഏട്ടനെ വിളിച്ച സമയത്ത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോവാം, അല്ലെങ്കിൽ രാത്രി പണിയൊക്കെ കഴിഞ്ഞ് എത്തുന്നതിനനുസരിച്ചിട്ട് രാത്രി നോക്കിയിട്ട് പോകാമെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയ സമയത്ത് ഏട്ടൻ പറഞ്ഞ ആ പണി നേരത്തെ കഴിയുമ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിന്. അപ്പോൾ ഞാൻ ചോറിന് പിന്നെ നമ്മൾ അത്ര അങ്ങോട്ട് കണക്കാക്കണ്ടല്ലോ, പോവാന്നുള്ളത് അറിയുമ്പോൾ പിന്നെ ഇത് കുറേ വിഭവങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അത് കഴുകി അതിൻ്റെ പാത്രങ്ങൾ കഴുകി ഇങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു കറിയും ചോറ് നേരത്തെ വെച്ച് പിന്നെ കുറച്ച് ചിക്കൻ്റെ ബാക്കിയുണ്ട്, നമ്മൾ രാവിലെ ചായക്ക് വെച്ച ചിക്കൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്ത് ഒരു ഫ്രൈ പോലെ ആക്കി. പിന്നെ മേക്ക് ഓവർ ചെയ്യാൻ നമ്മളെ ആൾക്കാർ മിടുക്കന്മാരാണല്ലോ, നമ്മളെ വീട്ടമ്മമാരെ കഴിച്ചിട്ടേ വേറെ ആൾക്കാരുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് മുറിച്ചിട്ടിട്ട് ചിക്കൻ്റെ അതൊന്ന് ഫ്രൈ പോലെ ആക്കി എടുത്ത്. അപ്പോൾ ഇനി ഒരു കറിയും കൂടി വെച്ചാൽ മതി, ഉപ്പേരി അങ്ങനെയുള്ളതൊന്നും ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറീൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ പുതിയ പാത്രം തന്നെ എടുക്കുക. ഇത് വന്നിട്ട് 2 ദിവസമായിട്ടോ, നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻഡസ് വാലി നമുക്ക് കൊളാബ് ചെയ്ത പാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡസ് വാലിൻ്റെ ഈ ഒരു കൊളാബറേഷൻ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അടിപൊളി പാത്രമാണ് ഇവരെ പാത്രം. ഒരു പ്രാവശ്യങ്ങൾ ഇൻഡസ് വാലിൻ്റെ ഏതെങ്കിലും ഒരു കുക്ക് വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും അഡിക്റ്റായി പോവാതിൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞ് നിങ്ങൾ നോക്കൂല വേറൊരു ബ്രാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. അത്രക്കും അടിപൊളി പ്രൊഡക്റ്റാണ്, 101% ഞാൻ അതിൽ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി കുക്കിംഗ് പാർട്ട്ണർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി നല്ലൊരു ചോയ്സാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്ട്സ്. പ്രീമിയം ക്വാളിറ്റി 100% പ്രീമിയം ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. 80 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു സോസ് പോട്ടിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇതിൻ്റെ കളറാണെങ്കിൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ആ ഒരു ബ്ലൂ കളറാകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനും കുക്ക് ചെയ്യാൻ മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാനും കൂടി പറ്റിയ ഒരു മൾട്ടി പർപ്പസ് പോട്ടാണിത്. പിന്നെ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഈ കുക്ക് വെയർസൊക്കെ വാങ്ങാൻ അധികം ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ. പക്ഷെ അതിൻ്റെ ആ ഒരു കോട്ടിങ് പെട്ടെന്ന് പോയി പോകുന്നുള്ള പേടികൊണ്ടായിരിക്കും നമുക്ക് അതുപോലത്തെ സ്റ്റൈലിഷായ പാത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒന്ന് നമ്മളെ ബാക്കോട്ട് വലിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർസ് ഇതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള കുക്ക് വെയർസ് വാങ്ങുന്ന സമയത്ത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീമിയം കളർ കോട്ടിംഗ് ആണ് അവർ കൊടുക്കുന്നത്. അത് ഒരു അഷ്വർ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ ആ ഒരു ലിഡിലാണെങ്കിലും വൈഡ് ലൂപ്പ് ഹാൻഡിൽസ് ആണ് കൊടുത്തത്. നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും അത് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സോസ് പോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 4 മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോട്ട് വാങ്ങാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് അതൊരു വേർത്ത് ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. നമ്മൾ ചില സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അറിയില്ലേ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അടിയിൽ കട്ടിയില്ലാത്ത
പെട്ടെന്ന് കരിഞ്ഞിങ്ങനെ കരിഞ്ഞു പോകുന്ന പാത്രങ്ങളായിരിക്കും. അപ്പം ഇൻഡസ് വാലീൻ്റെ പാത്രങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കംപ്ലൈൻറ്റ് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 3 ലെയറിൽ വരുന്ന ഒരു സാൻഡ്വിച്ച് ബോട്ടാണ് ഈ പാത്രങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള, നമുക്കത് കാണുമ്പോഴും അത് തൊടുമ്പോഴും നമുക്ക് മനസ്സിലാവും അതിൻ്റെ പ്രീമിയം ക്വാളിറ്റി, എത്രത്തോളം പ്രീമിയം ക്വാളിറ്റിയാണ് ഇൻഡസ് വാലീൻ്റെ പ്രൊഡക്ട്സിന് ഉള്ളതെന്നുള്ളത്. കണ്ണും പൂട്ടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, കുക്ക്വേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഡസ് വാലി ബ്രാൻഡ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി അത് വാങ്ങാമെന്നുള്ളതാണ്. അതിൽ ഞാൻ 100% അല്ല 101% ഗ്യാരണ്ടിയാണ്. നമ്മളെ കുക്കിങ്ങിൻ്റെ സമയത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണോ എന്ന് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യത്തിലും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഹെൽത്തി വേർഷനിൽ നമ്മളെ ഫാമിലിക്ക് ഫുഡ് സെർവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലിലും കാസ്റ്റ് അയണിലൊക്കെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഇൻഡസ് വാലിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാണ്ട് നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അബിന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 12% കൂടി ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മറന്നുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ ലിങ്ക് വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, പാത്രങ്ങൾ ഏതൊക്കെയാണ് ഉള്ളതെന്നോ നിങ്ങൾക്ക് ഏതൊക്കെ പാത്രങ്ങളാണ് ആവശ്യമുള്ളതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ്, നല്ലൊരു ഹെൽത്തി കുക്ക്വെയർ പാർട്ട്ണർ തന്നെയാണ് ഇൻഡസ് വാലി. അങ്ങനെ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് ഒതുക്കി എല്ലാം കൊണ്ടുപോയിട്ട് മേശമേൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഉള്ള പരിപാടിയൊക്കെ ജോറായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകേണ്ട ആ ഒരു ഉഷാറും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഉഷാറിൽ ഇതാ നമ്മളെ ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുകയാണ്. അകമൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങോട്ട് രാവിലത്തെ ആ ഒരു ക്യുക്ക് ക്ലീനിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് വാരി വലിച്ചൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം, അകമൊക്കെ ഒന്ന് തുടച്ചിടണം. പിന്നെ ഇതാ അടുക്കളയിലാണ് മെയിനായിട്ടുള്ള പരിപാടികൾ. അടുക്കളയിൽ സ്റ്റൗവും ഇനിയിപ്പോൾ സിങ്കിലുള്ള ഈ പാത്രങ്ങൾ കൂടി അങ്ങോട്ട് കഴുകി വെച്ച് കൗണ്ടർ ടോപ്പ് അങ്ങോട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ അടുക്കള അങ്ങോട്ട് ക്ലീനായി. പിന്നെ വേഗം കൊണ്ടുപോയി ആറിടാനുള്ളതൊക്കെ വേഗം കൊണ്ടുപോയി അങ്ങോട്ട് മേലെ കൊണ്ടുപോയി ആറിയിട്ട് ഷീറ്റിൻ്റെ അടിയിൽ കൊണ്ടുപോയി ആറിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണതിൻ്റെ തിരക്കായിരിക്കും. ഒരു ലോഡ് സാധനങ്ങൾ, കാറുള്ളതുകൊണ്ട് ഒരു ലോഡ് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഏട്ടനോട് ചോദിക്കും ചെയ്യലുണ്ട്, എന്നാൽ പിന്നെ ഈ വീടും കൂടി അങ്ങോട്ട് കാറിലേക്ക് മടക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യുമെന്ന് അറിയും. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പോകുമ്പോഴുള്ള പാക്കിങ്. അതിപ്പോൾ ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും ഒരാഴ്ച ആണെങ്കിലും അങ്ങനെയാണ് പാക്കിങ്ങിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ജോറായിട്ടുള്ള ഞങ്ങളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അപാരതങ്ങളായിട്ട് ഷെയർ ചെയ്യാഞ്ഞത്, പാക്കിങ് അപാരത ഷെയർ ചെയ്യാഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടനും തിരക്കായിരിക്കും കേട്ടോ, പോകാനുള്ള തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി മാറ്റിയതാ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പോവാണ്. നമ്മളെ കൂടെ ടെസി ഉണ്ട് കേട്ടോ, കാറിൻ്റെ ബാക്കിൽ ടെസി ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ഞാനിങ്ങനെ അനങ്ങാണ്ട് കുത്തിരിക്കേന് കേട്ടോ. ഞാനും ടെസി ഇത്ര അടുത്തിട്ട് ഇതുവരെ ഇങ്ങനെ നിന്നിട്ടില്ല. അപ്പോൾ ബാക്കിലെ സീറ്റിലാണെന്നുണ്ടെങ്കിൽ കൂടി എനിക്കൊരു പേടിച്ചുകൊണ്ടാണ് ഞാൻ മുന്നത്തെ സീറ്റ് കുത്തിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും അതങ്ങനെ അധികം എടുത്തിട്ടില്ല. ടെസേൻ്റെ വീഡിയോ എടുക്കാനും മറന്നുപോയി. ബാക്കിൽ ഇങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് മൂപ്പർ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്, വലിയ കാര്യമായിട്ട് കുത്തിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ കുറച്ച് ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെല്ലെ മെല്ലെയാണ് ഞങ്ങൾ കോഴിക്കോട് എത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കോഴിക്കോടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരെ ബൈ ബൈ.